ഇത് അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ് നിലപ്പന. അതുപോലെ നിലന്തെങ്ങെന്ന് പറയും, അല്ലെ മുക്കുറ്റി എന്ന് പറയും. മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ഈ ചെടി എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ കാണില്ല. കാരണം ഇത് അപൂർവമായിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഞാൻ നിലപ്പന കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയും കൂട്ടമായിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പഴയ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ അറിയാം. ഇത് ഗണപതി ഹോമത്തിനാണ് ഏറ്റവും കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് ഒരു ഔഷധ ചെടി കൂടിയാണ്. ഇതൊക്കെ പഴയ കാല ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ. പുതുതലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അറിയുകയില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ പുതുതലമുറ നമ്മളോട് ചോദിക്കും ഇതെന്താണെന്ന്. നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഇതെന്താണ്, ഇതിൻ്റെ ഗുണമെന്താണ്, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയില്ല. അതേ നമ്മൾ പല യൂട്യൂബുകളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അറിയില്ല എന്ന്, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. ഇപ്പോഴത്തെ യുഗത്തിലുള്ള കുട്ടികളുടെ പോരായ്മകൾ പലതുമുണ്ട്. കാരണം അവർക്ക് ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. പഴയകാല തലമുറയെക്കുറിച്ചോ പഴയകാല ആൾക്കാരെക്കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് ഇതിനകത്തിൽ പറയുവാനൊക്കെ കഴിയുന്നില്ല. ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞാൽ പിന്നെ ഇതെന്താണെന്ന് കുട്ടികൾക്കറിയില്ല. ഇത് കുട്ടികൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് പ്രേംകുമാർ, പത്തനംതിട്ട.